ചെല്ലാനത്തൊക്കെ ചെയ്തുകൊണ്ടുള്ള ചില സംവിധാനങ്ങളും ആവശ്യമുണ്ട്. പുലിമുട്ടില്ലാതെ കേവലം ഒരു ഇത് മാത്രം ഇട്ടാൽ കരണ്ട് മാത്രം ഇട്ടാൽ ഒരിക്കലും ഇത് തടയാൻ കഴിയില്ല. കാരണം ഇത് കരുത്തരായ പ്രസിഡന്റ് ടിആർ ഇബ്രാഹിം, മണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട മനാഫ്, കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാദിയ ഷൗക്കത്ത്, കടൽക്ഷോഭമുണ്ടായി ദിവസങ്ങളായപ്പോൾ ഇന്നലെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി കുറച്ച് ആളുകളുമായി വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ദർശനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒന്നിനും കഴിവില്ലാത്തൊരു MLA ആണ് നമുക്കുണ്ടായത് എന്നതിൽ നമ്മൾ ഖേദിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പോ ഈ സമരം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഈ സമരത്തിന്റെ ഉള്ളിലേക്ക് ഇവിടെ ഞങ്ങൾ എല്ലാം അറേഞ്ച്മെന്റ് ചെയ്തപ്പോൾ ഒരു വണ്ടി കല്ലുമായി 3 ലോഡ് കല്ലുമായി എത്തി. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എയുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ് 3 ലോഡ് കല്ലേ ഉള്ളൂ. അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ആ ഗ്രൂപ്പുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ഇത്തരത്തിൽ ഒരു സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹവുമായി കഴിഞ്ഞ ദിവസം മിന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടത്. ഒരു സമരം മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്നുണ്ട്, ആ സമരത്തിന് വരണമെന്ന് പറഞ്ഞപ്പോൾ ഈ കടപ്പുറത്തിന്റെ ദുരിതങ്ങൾ മാധ്യമങ്ങളിലൂടെ സുഹൃത്തുക്കളെ, ഇവിടുത്തെ ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കേരളം ഒരു മഹാദുരന്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കഴിയാത്ത അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കടലോരത്ത് മനുഷ്യവാസം സാധ്യമല്ലാത്ത അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം വിഷയങ്ങൾ ശാസ്ത്രീയമായി പഠിക്കാനോ ദീർഘകാല പരിഹാരം കാണാനോ നമ്മുടെ ഭരണകൂടങ്ങൾ തയ്യാറല്ല. ഇവിടെ മനുഷ്യ ഒക്കെ സമാനമായ അവസ്ഥയിൽ അവിടെ പോവുകയും ജനങ്ങളുടെ പ്രതിഷേധം കാണുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ചെല്ലാനത്ത് ഭാഗികമായെങ്കിലും ഇവർക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാഗികം, അത് എല്ലാ കാലത്തേക്കാണ് ഞാൻ പറയുന്നത്. അറബിക്കടൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ തോതിൽ മാറ്റത്തിലാണ് എന്ന് കടപ്പുറത്ത് ജീവിക്കുന്ന ഇവർക്കറിയാം, നാട്ടുകാർക്കറിയാം. നമ്മളൊരു 10 കൊല്ലം മുമ്പ് ഒരിക്കലും ഒരു ന്യൂനമർദ്ദ
ഉണ്ടായതായി കേട്ടിട്ടുണ്ട്. ബംഗാൾ ന്യൂനമർദ്ദം എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ അറബിക്കടലിലും ന്യൂനമർദ്ദ പാത്തി രൂപപ്പെടുന്നു എന്നും അറബിക്കടൽ വലിയ തോതിൽ ചൂടായിരിക്കുന്നുവെന്നും അതിലെ ജലപ്രവാഹങ്ങൾ മാറിയിരിക്കുന്നുവെന്നും കാറ്റിന്റെ ഗതി മാറി മറ്റൊരിക്കലുമില്ലാത്ത വിധത്തിൽ അതിവേഗത്തിൽ കര കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ കിലോമീറ്ററുകൾ ഉണ്ടായിരുന്ന ഒരു റോഡിൽ നിന്ന് കടലിൽ ഇപ്പൊ കടൽ റോഡിന്റെ അതിർത്തിയായി മാറിയിരിക്കും. നാളെ ഇത് തുടർന്നാൽ ഈ റോഡ് ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. ഇതിനെന്താണ് പരിഹാരം? യഥാർത്ഥത്തിൽ ഏതെങ്കിലും കുറെ കല്ല് കൊണ്ടിട്ടാൽ മാത്രം തീരുന്ന ഒരു പ്രശ്നമല്ലേ? ചില ആളുകൾ പറയും കല്ല് വെട്ടാൻ കഴിയാത്തത് കൊണ്ടാണ് കടൽ ഭിത്തി കെട്ടാത്തത്. ഇന്നലെ ഇടവനക്കാടും അതുപോലെ ചെല്ലാനത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ ചില കടൽ ഭിത്തി രൂപങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ കടലിൽ ഏത് തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തണം? കടലോരത്ത് കല്ല് കൊണ്ടിട്ടാൽ സംഭവിക്കുന്നത് കടൽ അതിവേഗത്തിൽ അടിയിലെ മണ്ണെടുത്ത് പോവുകയും കല്ല് താഴ്ന്നു പോവുകയും ചെയ്യും. അത് തന്നെയല്ല, ഇപ്പോൾ ഞാൻ കാണുന്ന ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ചെറിയ കല്ലുകളാണ്. ചെറിയ കല്ലിട്ടാൽ വളരെ വേഗം ഈ കടൽ മണ്ണ് താഴ്ന്നു പോകും, കല്ല് താഴ്ന്നു പോകും. നേരെ മറിച്ച് ദീർഘകാല പരിഹാരമാണ് വേണ്ടത്. കാരണം അടുത്ത വർഷം ഇതിനേക്കാൾ കൂടാനാണ് പോകുന്നത്. അപ്പൊ എന്താ പരിഹാരം? പരിഹാരം പലതുണ്ട്. പക്ഷെ അത് ചെയ്യാൻ കടപ്പുറത്തിന്റെ ഏകദേശം 8 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും കടൽ ഭിത്തി കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 10-15 വർഷമായി അവിടെ ഭിത്തി തകരുന്നിടത്ത് അറ്റകുറ്റപ്പണികൾ നടത്താനോ ഇവിടെ നേരത്തെ CR നീലകണ്ഠൻ സാർ അവർ പറഞ്ഞതുപോലെ പെട്രോയുടെ ഭിത്തി നിർമ്മിക്കാനോ ഈ സർക്കാർ തയ്യാറാവുന്നില്ല. ഈ കാലവർഷം ആരംഭിക്കുമ്പോൾ ഏതാനും ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയച്ചുകൊണ്ട് ഒരു കണക്കെടുപ്പും അളവെടുപ്പും നടത്തുന്നതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് സംസ്ഥാനം ഈ നാടിനെ സംരക്ഷിക്കുന്നതിന് പകരം ഇവിടെ ഈ തീരദേശ ഹൈവേ വരുമ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ടൂറിസത്തിന്റെ പേരിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അവരെ സംരക്ഷിക്കുന്ന ഹൈവേ ആയിട്ട് അത് മാറിയിരിക്കുകയാണ്.